ഹലോ ഫ്രണ്ട്സ്, ഇപ്പോൾ സമയം ഏകദേശം 5:30 ആയിട്ടുണ്ട്. നമ്മളിന്നൊരു ട്രിപ്പ് പോകാനായിട്ട് പോവുകയാണ്. അപ്പോൾ നമ്മളുടെ വണ്ടി ഇവിടെ വന്നിട്ടുണ്ട്. ഇതാണ് കേട്ടോ നമ്മൾ പോകുന്ന വണ്ടി. അപ്പോൾ എന്നത്തെയും പോലെ തന്നെ നമ്മൾ ട്രിപ്പ് പോകുമ്പോൾ എവിടെ പോകുമ്പോഴും അമ്പലത്തിൽ നേർച്ചിട്ടിട്ടാണ് കേട്ടോ പോണത്. അപ്പോൾ ഇത്തവണ നമ്മൾ അങ്ങനെ തന്നെയാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ വണ്ടിയിൽ ഇപ്പോൾ നമ്മൾ 2 പേര് മാത്രമേ ഉള്ളൂ, ഞാനും കുട്ടിച്ചേട്ടനും മാത്രമേ ഉള്ളൂ. ഇനി നമ്മൾ പോകുന്ന വഴി ഓരോ സ്റ്റോപ്പിൽ നിന്ന് ഓരോരുത്തർ എടുക്കണ്ട, ഓരോരുത്തരുടെ വീടിൻ്റെ അവിടെ നിന്ന് നമ്മൾ അവരെ എടുത്തിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഇത്തവണത്തെ നമ്മുടെ ട്രിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ കസിൻസും അവരുടെ ഫാമിലിയൊക്കെ ആയിട്ടാണ് കേട്ടോ. എല്ലാവരും ഒന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഉള്ളവർ വെച്ചിട്ട് നമ്മൾ പ്ലാൻ ചെയ്തിട്ട് ഒരു ട്രിപ്പ് പോകുന്നതാണ്. ട്രിപ്പ് പോകാനുള്ള സ്ഥലം പ്ലാൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മൾ കുറേ സ്ഥലങ്ങളൊക്കെ പ്ലാനിങ്ങിൽ വന്നെങ്കിലും അവസാനം അത് കറങ്ങി തിരിഞ്ഞ് മൂന്നാറിൽ തന്നെയുണ്ട് വന്നത്. നമ്മൾ കൂടുതൽ സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്യുക എന്നതിലുപരി എല്ലാവർക്കും കൂടെ എൻജോയ് ചെയ്യാൻ പറ്റിയ, എല്ലാവർക്കും കൂടെ കുറച്ച് കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു നല്ലൊരു മൊമെൻ്റ് ആയിട്ടാണ് കേട്ടോ നമ്മൾ ഇതിനെ കണക്കാക്കിയത്. അങ്ങനെ പാട്ടൊക്കെ പാടി പാട്ടൊക്കെ കേട്ട് നല്ല ആസ്വദിച്ച് കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ യാത്ര ആരംഭിച്ചു കേട്ടോ. കുട്ടികളും മുതിർന്നവരും എല്ലാവരും നല്ല അടിച്ചു പൊളിച്ചൊരു ട്രിപ്പായിരുന്നു കേട്ടോ ഇത്. പെട്ടികളും വിഷ്ണു. ഞങ്ങൾ മാമലക്കണ്ട ഫോറസ്റ്റ് റൂട്ടിലൂടെയാണ് കേട്ടോ മൂന്നാറിലേക്ക് പോകാൻ പ്ലാൻ ചെയ്തത്. അപ്പോൾ ഇതിനു മുമ്പ് നമ്മൾ അതുവഴി പോയിട്ടുണ്ട്. ആ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ അവിടെ എത്തുന്നതിന് മുൻപ് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ മാമലക്കണ്ടം പോയപ്പോൾ ചായ കുടിക്കാനായിട്ട് ഒരു ഷോപ്പിൽ കയറിയായിരുന്നു. നാടൻ ഭക്ഷണം കിട്ടുന്ന ഒരു ഷോപ്പായിരുന്നു കേട്ടോ അത്. ടോണിന്ന് എന്തോ ആണ് ആ ചേട്ടൻ്റെ പേര് വരുന്നത്. അപ്പോൾ ആ ഷോപ്പിൽ തന്നെയാണ് നമ്മൾ ഇന്നും, ആ ഷോപ്പിലല്ല, ആ ഷോപ്പിൻ്റെ അടുത്ത് ഓപ്പോസിറ്റായിട്ടാണ് നമ്മൾ നിർത്തിയത്. നമ്മൾ ഫുഡൊക്കെ നമ്മൾ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. ചായ മാത്രം, കുടിക്കാനുള്ള ചായ മാത്രം നമ്മൾ ആ ഷോപ്പിൽ നിന്ന് വാങ്ങി. ബാക്കി ഫുഡ്, വെള്ളയപ്പവും സ്റ്റൂ ഒക്കെ നമ്മൾ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചായയുടെയൊക്കെ കഴിഞ്ഞിട്ട് ഗ്ലാസ് കൊണ്ടുപോയി കൊടുക്കാനായിട്ട് നമ്മൾ ആ കടയിലേക്ക് പോകണം കേട്ടോ. ഈ കാണുന്നതാണ് കേട്ടോ ആ കട. മാമലക്കണ്ട ഫോറസ്റ്റ് റൂട്ടിലൂടെയാണ് കേട്ടോ ഇപ്പം ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിന് മുന്നേ ഞങ്ങളിവിടെ വന്നപ്പോൾ അന്ന് ഞങ്ങൾ ബൈക്കിനാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ സമയത്ത് ഈ പാലത്തിൻ്റെ പണി നടക്കുന്നേ ഉണ്ടായിരുന്നുള്ളൂ. ഇതിന് താഴെയുള്ള ഒരു അരുവി ക്രോസ് ചെയ്തിട്ടൊക്കെയാണ് ഞങ്ങൾ അന്ന് പോയിരുന്നത് കേട്ടോ. അപ്പോൾ ഇപ്പോൾ പാലം പണിയൊക്കെ കഴിഞ്ഞ് നല്ല അടിപൊളിയാക്കിയിട്ടുണ്ട് റോഡ്. നല്ലൊരു ഏരിയ കണ്ടപ്പോൾ, ഒരു പാർക്കിട്ടൊക്കെ ഉള്ള ഒരു ഏരിയ കണ്ടപ്പോൾ ഞങ്ങളവിടെ വണ്ടി നിർത്തി കുറേ ഫോട്ടോസൊക്കെ എടുക്കുകയും അവിടെ കുറേ ടൈം സ്പെൻഡ് ചെയ്യുകയൊക്കെ ചെയ്തു. മുൻപ് ഇവിടെ വന്നപ്പോൾ ഇവിടെ ഇതിനടുത്തൊരു മരത്തിൻ്റെ മുകളിൽ ഏർമാടമൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. ഇപ്പം അത് കാണുന്നില്ല കേട്ടോ. അത് പൊളിച്ച് കളഞ്ഞെന്ന് തോന്നുന്നു. കുറേ നാൾ പഴക്കം ചെന്നതൊക്കെ ആയിരിക്കാം, അതുകൊണ്ടായിരിക്കാം. നമ്മുടെ ഈ ഫോറസ്റ്റ് റോഡിലൂടെ ഒരു ആനവണ്ടി വരുന്നത് കണ്ടപ്പോൾ ഞങ്ങളെല്ലാവരും നോക്കിയിരുന്നു കേട്ടോ. അത് നമ്മുടെ KSRTCയുടെ ടൂറിസത്തിൻ്റെ ഭാഗമായിട്ട് ഇറക്കിയിട്ടുള്ള ജംഗിൾ സഫാരി എന്ന് പറയുന്ന ഒരു സർവീസാണ് കേട്ടോ, ബസ് സർവീസാണ്. ഞങ്ങൾ കുറേ ടൈം അവിടെ സ്പെൻഡ് ചെയ്തു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇനി നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷൻ വരുന്നത് ഉരുളൻതണ്ണി വാട്ടർഫോൾസും പിന്നെ മാമലക്കണ്ട സ്കൂളുമാണ്. മാങ്കുളം കല്ലാർ റോഡിലുള്ള ധ്രുവ സ്റ്റേസ് എന്ന് പറയുന്ന ഒരു ഹോം സ്റ്റേയിലാണ് നമ്മൾ ബുക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അവിടെ നമുക്ക് 2 മണിക്കാണ് ചെക്ക് ഇൻ ചെയ്യേണ്ടത്. അപ്പോൾ അതിന് മുന്നേ നമുക്ക് ഉരുളൻതണ്ണി വാട്ടർഫോൾസിലും എത്തണം, മാമലക്കണ്ട സ്കൂളും കവർ ചെയ്തിട്ട് വേണം അങ്ങോട്ട് പോകാനായിട്ട്. നമ്മൾ ഉരുളൻതണ്ണി വാട്ടർഫോൾസിലേക്കാണ് കേട്ടോ പോണത്. ഞങ്ങൾ ഇതിന് മുന്നേ വന്നപ്പോൾ മഴക്കാലത്തായിരുന്നു, അത്യാവശ്യം നല്ല വെള്ളം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പം എനിക്ക് തോന്നുന്നു വെള്ളം കുറവാണെന്ന് തോന്നുന്നുണ്ട്. ഒരു ജീപ്പ് വരണുണ്ടേ. ഇവിടെ ജീപ്പ് ട്രക്കിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതിന് നമ്മൾ പോവുകയാണെന്നുണ്ടെങ്കിൽ ഈ ഉരുളൻതണ്ണി വാട്ടർഫോൾസിൻ്റെ മുകളിൽ കൂടെയൊക്കെ, ആ പാറയുടെ മുകളിൽ കൂടെയൊക്കെ പോകുന്ന കാഴ്ച നമുക്ക് കാണുമ്പോൾ തന്നെ പേടിയാവും. അപ്പോൾ അതൊക്കെ എൻജോയ് ചെയ്യുന്നവർക്ക് അതിനൊക്കെ ഉള്ള സൗകര്യം ഇവിടെ ഉണ്ട് കേട്ടോ.
ജീപ്പിൽ ട്രക്കിംഗ് ചൂസ് ചെയ്യുന്നവർക്ക് ഇങ്ങനെ പോവാട്ടോ. അപ്പോൾ ഇവിടെ നമ്മൾ പ്രതീക്ഷിച്ച പോലെയുള്ള ആ ഒരു വ്യൂ നമുക്ക് കിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മഴക്കാലം അല്ലാത്തത് കൊണ്ട് വെള്ളമൊക്കെ വളരെ കുറവായിരുന്നു. പിന്നെ ആ വെള്ളം കെട്ടി നിർത്തിയിരിക്കുന്ന പോലെ ഒരു ഭാഗമുണ്ട്. ആ ഭാഗത്ത് നമ്മൾ കുറച്ച് നേരമൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ അവിടെ കുളിക്കാനായിട്ടൊക്കെയുള്ള സൗകര്യമൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ നമ്മൾ കുറച്ച് നേരമൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ഫിഷ് സ്പായൊക്കെ ചെയ്യാൻ പറ്റും. അങ്ങനെ ഞങ്ങൾ മാമലക്കണ്ട സ്കൂളിലെത്തി. ഈ സ്കൂള് എല്ലാവരും റീൽസിലും ഒക്കെ ആയിട്ട് കണ്ടിട്ടുണ്ടാവും. കാരണം സ്വന്തമായിട്ടൊരു വെള്ളച്ചാട്ടമുള്ള സ്കൂളെന്നാണ് ഇത് അറിയപ്പെടുന്നത് തന്നെ. പക്ഷെ മഴക്കാലം അല്ലാത്തതുകൊണ്ട് ഇവിടെയും വെള്ളച്ചാട്ടം ഉണ്ടായിരുന്നില്ല കേട്ടോ. അവിടെയും ഉണങ്ങി വരണ്ട് കിടക്കുമായിരുന്നു. അപ്പോൾ അവിടുത്തെ ഫോട്ടോഷൂട്ടും എല്ലാം കഴിഞ്ഞ് നമ്മൾ നമ്മുടെ ഹോം സ്റ്റേയിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളുടെ ഹോം സ്റ്റേ, ധ്രുവ ഹോം സ്റ്റേ. ഈ ഒരു വീടും പിന്നെ അതിൻ്റെ അപ്പുറത്ത് ആ ഒരു വീടിൻ്റെ മുകളിലത്തെ ഫ്ലോറും അത്രയുമാണ് നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇവിടെ ഒരു ചെറിയ സ്വിമ്മിംഗ് പൂളും കൂടെ ഉണ്ട് കേട്ടോ. കുട്ടികൾക്കൊക്കെ ആണെങ്കിലും നമുക്കൊക്കെ ആണെങ്കിലും എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സ്വിമ്മിംഗ് പൂളാണ്. അപ്പോൾ വന്ന ഉടനെ തന്നെ എല്ലാവരും പൂളിലേക്കാണ് എടുത്ത് ചാടിയത്. യാത്രയുടെ ആ ഒരു ക്ഷീണം മാറ്റാനായിട്ടും പിന്നെ ഒന്ന് ചില്ലാവാനായിട്ടും. പൂള് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും എല്ലാവരും പിന്നെ അവിടെ തന്നെ ആയിരുന്നു. ആർക്കും പുറത്തേക്കൊന്നും കറങ്ങാൻ പോകണം എന്നുള്ളൊരു ചിന്തയേ ഇല്ലാണ്ടായി. കുട്ടികളാണ് കൂടുതൽ എൻജോയ് ചെയ്തതെന്ന് പറയാം. ശരിക്കും തണുത്ത് വിറച്ചിട്ട് എല്ലാവരുടെ പല്ലുകൾ തമ്മിൽ കൂട്ടിയിടിക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് പോലും വെള്ളത്തിൽ നിന്ന് കയറാൻ എല്ലാവർക്കും മടിയായിരുന്നു. എല്ലാവരും അവിടെ കുറേ നേരം കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടെ കുക്കിങ്ങിലേക്ക് തിരിഞ്ഞു കേട്ടോ. അപ്പോൾ നമ്മൾ ഇൻസ്റ്റൻറ്റ് ചപ്പാത്തി മേടിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് തന്നെ നമ്മൾ ചിക്കനും കുറച്ച് വാങ്ങി. എന്നിട്ട് അത് നമ്മൾ അവിടെ തന്നെ കറി വെക്കാനായിട്ടൊക്കെയുള്ള പ്ലാനിങ്ങാണ്. അപ്പോൾ നമ്മൾ ഈ ഹോം സ്റ്റേക്ക് വരുന്നത് 10,000 രൂപയാണ് റെൻ്റായിട്ട് വരുന്നത്. പിന്നെ നമുക്ക് കിച്ചൺ യൂസ് ചെയ്യണമെങ്കിൽ അഡീഷണൽ ആയിട്ട് ഒരു 1000 രൂപയും കൂടെ നമ്മൾ കൊടുക്കണം. അതുപോലെ ക്യാമ്പ് ഫയർ വേണമെങ്കിൽ അത് അവർ അറേഞ്ച് ചെയ്ത് തരും. ഗ്രില്ലടിക്കണമെങ്കിൽ അതിനുള്ള സെറ്റിങ്സൊക്കെ അവിടെ ഉണ്ട്. അപ്പോൾ അതിനൊക്കെ നമ്മൾ അഡീഷണൽ ചാർജ് വരും. ഞങ്ങൾ രാത്രി ആനക്കുളത്തേക്ക് പോകാനായിട്ടാണ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്കൊരു സൈറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ ആനകൾ വന്നതിൻ്റെ അപ്ഡേറ്റ്സൊക്കെ നമുക്ക് അറിയാൻ പറ്റും. പക്ഷേ രാത്രി ഒരു 11:30 വരെ ഞങ്ങൾ നോക്കിയിട്ടും ആനയൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ആനക്കുളം എന്നുള്ള പ്ലാനെ ഉപേക്ഷിച്ചു കേട്ടോ. ഇതിനു മുന്നേ നമ്മളൊരു തവണ പോയി കഴിഞ്ഞപ്പോൾ വൈകുന്നേരം 4 മണിക്ക് പോയി ഇരുന്നിട്ട് രാത്രി ഒരു 10-10:30 ആയപ്പോഴാണ് ആന അവിടെ വന്നത്. അത്രയും നേരം നമുക്ക് ക്ഷമയുണ്ടെങ്കിൽ മാത്രമേ ഇതൊക്കെ കാണാനായിട്ട് കഴിയുള്ളൂ. പക്ഷേ ഇന്ന് ഞങ്ങൾ എത്ര രാത്രിയാണെങ്കിലും പോകാമെന്ന് പ്ലാൻ ചെയ്തെങ്കിലും പക്ഷെ അത്രയും നേരം ഞങ്ങൾ വെയിറ്റ് ചെയ്തിട്ടും ആന വന്നിട്ടേ ഉണ്ടായിരുന്നില്ല. പാചകവും കലാപരിപാടികളൊക്കെ ആയിട്ട് അങ്ങോട്ട് തകർത്തു. നമ്മളെന്തെങ്കിലും ഫങ്ഷൻസൊക്കെ വരുമ്പോൾ ഫാമിലി എല്ലാവരും കൂടെ കൂടുന്നത് പോലെ അല്ലാണ്ട് ഇടയ്ക്കൊക്കെ ഇതുപോലെ ഒരു ട്രിപ്പും കൂടെ പോകുന്നതൊക്കെ നല്ലതായിരിക്കും കേട്ടോ. അത് വേറൊരു വൈബാണ് ശരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ അന്നത്തെ ദിവസം ഞങ്ങൾ ഫുൾ അവിടെ തന്നെ സ്പെൻഡ് ചെയ്യാനായിട്ട് തീരുമാനിച്ചു. മൈക്ക് സെറ്റും സ്പീക്കറൊക്കെ ആയിട്ട് നമ്മൾ പോയതുകൊണ്ട് പരിസരത്തുള്ള ആരെയും മുറക്കിയിട്ടില്ല. എല്ലാവരും പാട്ടൊക്കെ പാടി ഡാൻസൊക്കെ കളിച്ചും അന്നത്തെ രാത്രി കുറേ വൈകിയാണ് കിടന്നുറങ്ങിയത് തന്നെ. ഫുഡൊക്കെ കഴിച്ചതൊക്കെ തന്നെ ഭയങ്കരമായിട്ട് ലേറ്റായ. കുട്ടികൾക്ക് പോലും വിശക്കുന്നുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് വേറൊരു സത്യം. അവരും ഇതിലങ്ങോട്ട് അടിച്ചു പൊളിച്ച് നടക്കുകയായിരുന്നു. ആർക്കും ഫുഡൊന്നും വേണമെന്നൊന്നും നിർബന്ധം ഉണ്ടായിരുന്നില്ല. അന്നത്തെ ദിവസം അവിടെ പെട്ടെന്ന് ഒരു സർപ്രൈസും കൂടെ പ്ലാൻ ചെയ്തു കേട്ടോ. ചക്കമ്മയുടെയും സുമേഷ് ബ്രോയുടെയും വെഡ്ഡിങ് ആനിവേഴ്സറി ആയിരുന്നു. അപ്പം നമുക്ക് കേക്ക് കട്ട് ചെയ്യാനായിട്ടുള്ളൊരു പ്ലാനിങ് ഒക്കെ പെട്ടെന്ന് വന്നു. അതവർ ഞെട്ടിച്ചുകൊണ്ടുള്ളൊരു പ്ലാനിങ് ആട്ടോ ഞങ്ങൾ ചെയ്തത്. ശരിക്കും വിഷ്ണുവും ടുട്ടും കൂടെ ഇടിപിടിക്കുന്നു എന്ന് പറഞ്ഞാണ് ഞങ്ങൾ അവരെ പുറത്തേക്ക് ഇറക്കിയത്. ശരിക്കും കേക്ക് കണ്ടപ്പോൾ അവർ ഭയങ്കര സർപ്രൈസ്ഡായിട്ട് അവർ ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഞങ്ങളും ഹാപ്പിയായി.
അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അടുത്ത ദിവസത്തെ യാത്രയുടെ വിശേഷങ്ങൾ ഞാൻ അടുത്ത പാർട്ടായിട്ട് ഇടുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ എല്ലാവർക്കും ബൈ.